ഹലോ ഗൈസ്, ഡേ 43 ആണ്. ഞാനിങ്ങനെ വീടാൻ കാരണം വേറൊന്നുമല്ല, ലഞ്ചസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കുന്ന ബാഗിൽ 10 kg പ്ലേറ്റ് ഇട്ടിട്ട് 100 ലഞ്ചസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം സിമ്പിളാണെന്ന് വിചാരിച്ചെങ്കിലും അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് വീതുകാലായിരുന്നു. വീതുകാല് 20 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ 40 കൗണ്ട് വീതുകാല് ചെയ്തിട്ട് നേരെ സ്കിപ്പി റോപ്പിലേക്ക് പോയി. സ്കിപ്പി റോപ്പ് 300 കൗണ്ട് 3 മിനിറ്റ് കൊണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ജമ്പിങ് ടോട്ടച്ചിലേക്കാണ്. 20 കൗണ്ട് ചെയ്ത് ജമ്പിങ് ടോട്ടച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ടക്ക് ജമ്പിലേക്ക് പോയി. ടക്ക് ജമ്പും 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 3 ഫിംഗർ പുഷപ്പിൻ്റെ കൂടമായിരുന്നു. 3 ഫിംഗർ പുഷപ്പ് 10 കൗണ്ടേ ചെയ്തുള്ളൂ. 10 കൗണ്ട് ചെയ്തിട്ട് അടുത്ത നമ്മൾ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടായിരുന്നു. അത് 30 കൗണ്ട് ചെയ്ത് അടുത്തത് നമ്മുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടായിരുന്നു ലിസാർഡ് മൂവ്മെൻറ്റ് 2 സെറ്റ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യക്കാരുടെ വർക്കൗട്ട് എക്യുപ്മെൻറ്റായ മുദ്ഗറിലേക്ക് കയറി. മുദ്ഗർ ഇന്ന് കുറേ വേരിയസ് ടൈപ്പ് റൊട്ടേഷൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. മെയിനായിട്ടും ബേസിക് റൊട്ടേഷൻ 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് ഫുൾ ബോഡി വർക്കൗട്ടായ ബാറ്റിൽ റോപ്പ് വർക്കൗട്ടിലേക്കാണ്. ബാറ്റിൽ റോപ്പ് വർക്കൗട്ട് 30 സെക്കൻഡ്സിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് എടുത്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് റൊട്ടേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. മെയിനായിട്ട് ഫിഗർ 8 റൊട്ടേഷനാണ് പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം നേരെ പോയത് നഞ്ചക്കിലേക്കാണ്. ബ്രൂസിലെ തോൽപ്പിക്കാനുള്ള നമ്മുടെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നഞ്ചക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നഞ്ചക്ക് കുറച്ച് നേരം ചെയ്തിട്ട് നേരെ പോയത് സ്ക്വാട്ടിലേക്കാണ്. സ്ക്വാട്ട് വെയ്റ്റഡ് സ്ക്വാട്ടാണ് ചെയ്തത്. നേരത്തെ ആ ബാഗിൽ 10 kg പ്ലേറ്റ് വെച്ചിട്ട് 50 കൗണ്ട് സ്ക്വാട്ട് സിംഗിൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് റിസ്റ്റ് പുഷപ്പാണ് ചെയ്തത്. റിസ്റ്റ് പുഷപ്പും 10 kg പ്ലേറ്റ് വെച്ചാണ് ചെയ്തത്. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ അബ്ഡമൻ സെക്ഷനിലേക്കാണ്. പ്ലാങ്ക് ആണ് മെയിനായിട്ട് ചെയ്തത്. പ്ലാങ്ക് 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ചെയ്ത് പ്ലാങ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും വർക്കൗട്ട് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ബോഡി കണ്ടീഷൻ. ഫസ്റ്റ് ഡേ അപേക്ഷിച്ച് നല്ല മാറ്റമുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.